തെരഞ്ഞെടുപ്പിൻ്റെ തീയതി വന്നതിന് തൊട്ടു പിന്നാലെ പല രാഷ്ട്രീയ നേതാക്കളും പാർട്ടികൾ വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും CPIM പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പാർട്ടി വിടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമായി മാറപ്പെടുന്നു. കണ്ണൂർ പ്രത്യേകിച്ചും പാർട്ടിയുടെ കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനാണ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് PK ശ്യാമള ടീച്ചറിനെ മത്സരിപ്പിച്ചതിനെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഒരു പിന്തുടർച്ച അവകാശം എന്ന നിലയ്ക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ഒരു നീക്കം അത് അംഗീകരിക്കാനാവില്ല, പാർട്ടി നിലപാടിന് വിരുദ്ധം എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുമ്പോൾ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ചുമതലപ്പെട്ട ആളാണ്. പാർട്ടിയുടെ പല പരിപാടികളും നടപ്പിലാക്കുന്നതും മുന്നിൽ നിന്ന് നടത്തുന്നതും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. മാത്രവുമല്ല, MLA മാരുടെ ഫണ്ട് വിനിയോഗം, മന്ത്രിമാരുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയുടെ വല്ലാത്ത തരത്തിലുള്ള ഒരു പോക്ക് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കേണ്ടി വരും. ആർക്കെതിരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ കഴമ്പുണ്ടോ? ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നേതൃത്വം തയ്യാറാകുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി വിട്ട് പുറത്തേക്ക് വന്നത്. ഈ രണ്ടുപേരും സ്വതന്ത്രരായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കും സ്വതന്ത്രനായി. പക്ഷേ കോൺഗ്രസിലേക്കോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കോ പോകില്ല. തൻ്റെ നിലപാട് പാർട്ടിയിൽ നടക്കുന്ന ഏകാധിപത്യത്തിനെതിരെയുള്ളതാണ് എന്ന് TK ഗോവിന്ദൻ പറയുന്നു. എല്ലാവരെയും അദ്ദേഹം കുറ്റം പറയുന്നില്ല. ചില നേതാക്കന്മാർ, അതും തലപ്പത്തിരിക്കുന്ന ചില നേതാക്കന്മാർ എടുത്ത തീരുമാനത്തിനെതിരെയുള്ള തൻ്റെ നീക്കം എന്ന് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിൽ പല വസ്തുതകളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 60 വർഷം നീണ്ടുനിന്ന പാർട്ടിയോടൊപ്പമുള്ള ഒരു യാത്രയ്ക്കിടയിൽ തനിക്ക് ഈ സമീപകാലത്താണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ, അദ്ദേഹത്തിനുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഓരോന്നോരോന്ന് എടുത്തു പറയുമ്പോൾ അതൊക്കെ പാർട്ടി ഒരുപക്ഷെ പരിശോധിച്ചേ മതിയാവുകയുള്ളൂ. അത്തരം ഒരു പരിശോധന അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട ജോലി നിറവേറ്റുന്നവർ പാർട്ടി വിട്ടു പോകുമ്പോൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. കുഞ്ഞികൃഷ്ണൻ്റെ തൊട്ട് പിന്നാലെ CPIയിലാണ് നമ്മൾ മറ്റൊരു തരത്തിലുള്ള കൂടുമാറ്റം കണ്ടത്. നാട്ടികയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട CC മുകുന്ദൻ ആദ്യം കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് അവിടം വിട്ട് BJPയിലേക്കുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും CC മുകുന്ദൻ ഡൽഹിയിൽ വരെ എത്തി ചില ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകൾ ഫലവത്തായില്ല. കാരണം നാട്ടികയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ CPI വിട്ട് വരുന്ന ഒരു നേതാവിനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒരേ നിലപാടെടുത്തത് കൊണ്ട് തന്നെ CC മുകുന്ദൻ തൽക്കാലം BJPയിലേക്ക് കൂടുമാറിയിരിക്കുന്നു. അത്തരത്തിൽ കൂടുമാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇത്. ഈ അധികാരത്തിനു വേണ്ടിയാണോ അതോ ഒരു പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടി മറ്റൊരു പാർട്ടിയിലേക്ക് കാലുമാറുന്നതാണോ? പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടി പാർട്ടിക്കകത്തു നിന്ന് പോരാടുകയല്ലേ വേണ്ടത്? ആ ചോദ്യമല്ലേ അനിവാര്യം? അതോ അതിനപ്പുറത്തേക്ക് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ കുറ്റം പറയുന്നത് കൊണ്ട് പാർട്ടി നന്നാകുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇനി അടുത്തു പറയേണ്ടത് കോൺഗ്രസിനെ കുറിച്ചാണ്. അമ്പലപ്പുഴയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത്. G സുധാകരൻ പാർട്ടി വിട്ടതും നേതൃത്വത്തിനെതിരെയുള്ള കുറ്റം പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ചും ജില്ലാ കമ്മിറ്റിയോട്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടും ജില്ലാ കമ്മിറ്റി തന്നെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും 6 പതിറ്റാണ്ട് കാലത്തുള്ള രാഷ്ട്രീയം CPIയുമായി അവസാനിപ്പിക്കുന്നു, സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് പറയുന്നു. ഈ പാർട്ടി വിട്ടവരൊക്കെ പറയുന്നത് പാർട്ടിയെ തിരുത്തുവാൻ വേണ്ടി സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടി വിടുന്നത്. അപ്പോൾ G സുധാകരൻ പാർട്ടി വിട്ടപ്പോഴേക്കും അമ്പലപ്പുഴ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു.
ആ തീരുമാനം സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വന്നു. പക്ഷേ അവിടെ കഴിഞ്ഞ 5 വർഷമായി അമ്പലപ്പുഴയിൽ സീറ്റ് മോഹിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. ആ നേതാക്കളെ അത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. അതിലൊരാളായ പാർട്ടി KPCCയുടെ തലപ്പത്തുള്ള ഒരാളായ MJ ജോബ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടു. പാർട്ടി വിടുക മാത്രമല്ല, അദ്ദേഹം മറ്റു ചേരിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു. അവിടെയും പാർട്ടിയെ ശരിയായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുമാണ് പാർട്ടി വിട്ടതെന്ന് ജോബ് പറയുന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല. കോൺഗ്രസിൽ നിന്ന് വീണ്ടും പാർട്ടി വിടുന്നു. KPCC സെക്രട്ടറിയായ തൊടിയൂർ രാമചന്ദ്രൻ കോൺഗ്രസ് വിട്ട് നേരെ പോയത് BJPയിലേക്കാണ്. BJPയിലേക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, പാർട്ടി അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. ഇത്രയും നാൾ പാർട്ടിക്കൊപ്പം യാത്ര ചെയ്തിട്ടും പാർട്ടിയോടൊപ്പം നിന്നിട്ടും തനിക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല, പാർലമെൻ്ററി രംഗത്ത് അല്ലെങ്കിൽ മത്സരിക്കുന്ന ഒരു അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് തൊടിയൂർ രാമചന്ദ്രൻ BJPയിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ അടൂരിലും ഇതുതന്നെ സംഭവിച്ചു. അടൂരിൽ പാർട്ടിയിലുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്ന ഒപ്പം തന്നെ അടൂർ നഗരസഭയുടെ മുൻ ചെയർമാനായിരുന്ന ബാബു ദിവാകരനും കോൺഗ്രസ് വിട്ടു. പക്ഷേ കോൺഗ്രസ് വിട്ടു പോയത് BJPയിലേക്കല്ല, അല്പം ബുദ്ധിപരമായി ചിന്തിച്ചു BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 2020യിലേക്ക്. അങ്ങനെ ഇത് ഒരു കാലുമാറ്റത്തിൻ്റെയും കൂടുമാറ്റത്തിൻ്റെയും കാലമായി ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പ് വേളയിലും കാണാത്ത തരത്തിലേക്ക് മാറപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ പാർട്ടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവാണുള്ളതെങ്കിൽ ഇത്തവണ പാർട്ടിയോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ പാർട്ടിയുടെ നടപടിക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി, പാർട്ടിക്കെതിരെയുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെത്തി മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.